ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുന്നവൻ്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം തിരുവചനം. പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ദൈവത്തെ ആരാധിക്കണം, അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കണം. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം, ദൈവ ഇഷ്ടം പ്രവർത്തിക്കാം. ഈശോയുടെ ജീവിതം മുഴുവനും ദൈവ ഇഷ്ടം പ്രവർത്തിക്കുന്നതായിരുന്നു. യേശുവിൻ്റെ കുരിശുമരണവും പീഡാസഹനവും ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു. നമുക്കും ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാം. കടന്നു വരുന്ന സഹനങ്ങളും കുരിശുകളും സന്തോഷത്തോടു കൂടി സ്വീകരിക്കാം. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടാതെ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരായി മാറാം. വിശുദ്ധരെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി മാറുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാം, അവിടുത്തെ ആരാധിക്കാം.